ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. വേറൊന്നുമല്ല, ഒരു മെറ്റേണിറ്റി കിറ്റിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഡെലിവറി ഒക്കെ അടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കരുതണം, വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും നമുക്കൊരു എന്താ പറയുക, ചില കിറ്റിൽ നമുക്ക് എല്ലാം വേണമെന്നുണ്ടാവില്ല. നമുക്ക് മാത്രമായിട്ട് ഓക്കെ ഇന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് പ്രയോറിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു കാര്യമാണ് ഏത് പേജിൽ നിന്ന് ഞാനിത് ഓർഡർ ചെയ്യുന്നുള്ളത്. അങ്ങനെ ഞാൻ ഇതിനെപ്പറ്റി കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ രണ്ട് ഓപ്ഷനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഇത് സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുക. രണ്ടാമത്തത് കിറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പിൽ നിന്ന് കിറ്റ് വാങ്ങിക്കുക എന്നതായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് കൂടുതൽ കംഫർട്ട് കിറ്റ് വാങ്ങിക്കുന്നതിലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ്. അപ്പോൾ എനിക്ക് അറിയില്ല എന്തൊക്കെ വാങ്ങണം, ഏതൊക്കെ. ചിലപ്പോൾ നമ്മൾ അങ്ങനെ ലിസ്റ്റ് എടുത്ത് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സായാലോ. പിന്നെ അത് മാത്രമല്ല ഓരോന്നും ഇങ്ങനെ നോക്കി അങ്ങനെ ഓരോന്നും ഓർഡർ ചെയ്യണം, കുറച്ച് തലവേദനയാണ്. ഇതാവുമ്പോൾ ഒറ്റയടിക്ക് കാര്യം നടക്കും. മെറ്റേണിറ്റി കിറ്റ് ആകുമ്പോൾ നമുക്ക് വേണ്ട ബ്രാൻഡ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ സാധനങ്ങൾ ഒന്നിച്ച് അവർ ഒരു കിറ്റിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമായി. അതിൽ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിങ്ങനെ കിറ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. പിന്നെ എനിക്ക് രണ്ടാമതുണ്ടായിരുന്ന ഡൗട്ട്, ഏത് ആപ്പിന് അല്ലെങ്കിൽ എവിടെ നിന്നാണ് എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു കിറ്റ്, എനിക്ക് പറ്റുന്ന കിറ്റ് ഞാൻ എവിടെ നിന്നാണ് എന്നുള്ളതൊരു സെർച്ച് ചെയ്യുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഞാൻ കുറേ വീഡിയോസ് നോക്കി. അപ്പോൾ ഒരുപാട് പേജസ് ഉണ്ട് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിന്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിന്, അത് മാത്രമല്ല എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേജ് എനിക്ക് കിട്ടി. അങ്ങനെ ആ പേജിൽ നിന്നാണ് ഞാൻ എന്നിട്ട് ലാസ്റ്റ് കിറ്റ് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് രണ്ട് പേജസ് ആയിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഒന്നൊരു അൽസിയ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ നിയ മെറ്റേണിറ്റി പറഞ്ഞിട്ട്. അപ്പോൾ ഇത് രണ്ടും ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് കണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ നിയ മെറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു പേജാണ് ഞാൻ സെലക്ട് ചെയ്തത്. വേറെ ഒന്നുമല്ല, രണ്ടുപേരും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിന് എല്ലാ സാധനങ്ങളും നല്ല പ്രൊഡക്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന പേജുകളാണ്. അപ്പോൾ ഇതിൽ എനിക്ക് സെലക്ട് ചെയ്യണമായിരുന്നു. അതായത് ഇപ്പോൾ ചില സാധനങ്ങൾ വേണ്ട, അപ്പോൾ അതിന് പകരം വേറെ സാധനങ്ങൾ എക്സ്ട്രാ വെക്കുക. അങ്ങനെ കുറച്ച് സെലക്റ്റീവായിട്ട് എനിക്ക് എൻ്റെ കിറ്റ് ഞാൻ തന്നെ അറേഞ്ച് ചെയ്യണം എന്നെനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ എനിക്ക് അറേഞ്ച് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നിയ മെറ്റേണിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഞാൻ നിയ മെറ്റേണിറ്റിയിൽ നിന്നാണ് ഞാൻ എന്നിട്ട് ഓർഡർ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് എല്ലാം പെട്ടെന്ന് നടന്നു. കാരണം ഞാൻ നിയയുടെ പേജസ് കണ്ടു, അവരുടെ പ്രൊഡക്റ്റ്സ് നോക്കി. അപ്പോൾ അതിനകത്ത് അവർക്ക് ഒരുപാട് കിറ്റുകളുണ്ട്. സ്റ്റാൻഡേർഡ് കിറ്റ്, എക്കണോമിക് കിറ്റ്, ട്വിൻസ് കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കിറ്റുണ്ട്. നമുക്കതിൽ ഏതാണോ വേണ്ടത് അത് നമുക്ക് നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാനതിൽ എക്കണോമിക് കിറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് 3500 ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റാണ്. പിന്നെ എനിക്ക് 2 കിറ്റ് വേണമായിരുന്നു. 2 ബേബീസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് 2 കിറ്റ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ എക്കണോമിക് കിറ്റ് തന്നെ ഞാൻ എന്നിട്ട് എൻ്റെതായ രീതിക്ക് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അതായത് ഏതൊക്കെ സാധനങ്ങൾ ഞാൻ ഒഴിവാക്കുന്നു, ഏതൊക്കെ സാധനങ്ങൾ എനിക്ക് എക്സ്ട്രാ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. വിത്തിൻ 2 ഡേയ്സ് തന്നെ അവരെനിക്ക് അതിൻ്റെതെല്ലാം ചെയ്തു തന്നു. പിന്നെ അതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് തന്നെ എല്ലാം സെലക്ട് ചെയ്യാം. അതായത് കളേഴ്സും ഡിസൈൻസും ഒക്കെ അവർ നമുക്ക് വാട്സപ്പിൽ അയച്ചു തരും. എന്നിട്ട് നമുക്ക് തന്നെ ഇഷ്ടമുള്ള കളേഴ്സും ഡിസൈൻസും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ആയതിനു ശേഷം ജസ്റ്റ് 2 ഡേയ്സ് 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. ആൻഡ് പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല വെൽ പാക്കിംഗ് ആയിരുന്നു. കുഞ്ഞുങ്ങളുടെ ബേബീസിൻ്റെ സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പാക്കിങ്ങിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വെൽ പാക്ഡ് ആയിട്ടാണ് എനിക്ക് പ്രോഡക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കിറ്റിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രോഡക്റ്റും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് എക്കണോമിക് കിറ്റാണ്. അപ്പോൾ അതിനകത്ത് എക്കണോമിക് കിറ്റിൽ വരുന്നത് ഏകദേശം 32 ഐറ്റംസ് ആണ്. അപ്പം ഞാൻ 2 കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഞാൻ അവരുടെ പ്രോഡക്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു കിറ്റ് ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഡയപ്പർ ബാഗ് നമുക്ക് ഫ്രീ ആണ്. അപ്പം എനിക്ക് 2 ബാഗ് ഉണ്ടായിരുന്നു. 2 കിറ്റ് ഓർഡർ ചെയ്തതുകൊണ്ട് തന്നെ അപ്പോൾ അതിൻ്റെ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ ബാഗിൻ്റെ. അപ്പം എല്ലാ സാധനങ്ങളും, അതായത് ഓരോ സാധനങ്ങളും അവർ കവറിലാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കവറിൽ തന്നെ ഇട്ട് സൂക്ഷിക്കാം നമുക്ക് ആവശ്യം വരുന്നവരെ. അതാണ് ഞാൻ പറഞ്ഞ വെൽ പാക്ഡ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ബാഗ്. അപ്പോൾ ബാഗ് അത്യാവശ്യം നല്ല വലിയ ബാഗാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഇതിന് ഇവിടെ ഒരു വലിയൊരു കള്ളിയുണ്ട്. അത് കൂടാതെ പുറത്തൊരു കള്ളി കൂടിയാണ് കേട്ടോ. പുറത്ത് നമുക്ക് ഒരു പോക്കറ്റ് കൂടി, ഇനി ഒരു പോക്കറ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. ഇതിനകത്തായിട്ട് നിങ്ങൾക്ക് ബേബീസിനെ കൊണ്ട് പുറത്തൊക്കെ പോകുന്ന സമയത്ത് അവരുടെ സാധനങ്ങൾ ഇതിനകത്ത് കൊണ്ടുപോകാനും പറ്റും. അത് സെക്കൻഡ് ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. നമുക്ക് കളേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കളേഴ്സ് ഡിസൈൻസ് ഒക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബേബിയുടെ ബെഡാണ്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ സിബൊക്കെയുള്ള നല്ലൊരു പ്ലാസ്റ്റിക് ബാഗിനകത്താണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും കളർ ഡിസൈനൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്തൊരു ചെറിയൊരു പില്ലോ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പില്ലോ ആൻഡ് നെറ്റ് ഉണ്ട്.
ഇതും കളർ ഞാൻ തന്നെ ചൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ 2 ബെഡ്, പിന്നെ ബേബിയുടെ ക്യാരി ബാഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേബി ക്യാരി ബാഗാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നല്ല ക്ലോത്തും നല്ല മെറ്റീരിയലുമാണ്. ഇത് നമുക്ക് ഈ പറഞ്ഞ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ബാഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവർക്കും തന്നെ ഇങ്ങനെ ബേബി സൂക്ഷിക്കാൻ പറ്റും. ഇതാണ് പിന്നെ ബേബി, അതിൻ്റെ തന്നെ ബേബി ബാഗാണ്. അത് നമുക്ക് ഫോട്ടോസ് വാട്സപ്പിൽ അയച്ചു തരും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ മതിയാവും. ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ ബാഗ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് സിപ്പ് ചെയ്ത് വെക്കാം. അല്ല ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമുക്ക് അതിനൊരു സിപ്പ് ഉണ്ട്. ഈ സിപ്പ് ഇട്ടിട്ട് നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് ആദ്യം ഞാൻ വാങ്ങണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം കുറച്ച് നാളത്തേക്ക് മാത്രമല്ല. പക്ഷേ ഞാൻ യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ യൂസ് മെയിനായിട്ട് വരുന്നത് ഇപ്പോൾ ഫസ്റ്റൊക്കെ ചെറിയ ബേബീസിനെ എടുക്കാൻ ഡിസ്കംഫേർട്ടുള്ള ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാർ. അപ്പം ഈ ഒരു ക്യാരി ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ബേബീസിനെ എടുക്കാൻ എളുപ്പമായിരിക്കും. അവരെ എടുത്ത് നടക്കാനാണെങ്കിലും അതൊക്കെ നമുക്ക് കുറച്ച് നല്ല കംഫർട്ടായിരിക്കും ഈ ബാഗ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. നല്ല സാധനം, നല്ല ക്ലോത്തും വളരെ സോഫ്റ്റാണ്. ഈ പറഞ്ഞ ഞാൻ ആദ്യം കാണിച്ച ബെഡാണെങ്കിലും ക്യാരി ബാഗ് ഒക്കെ ആണെങ്കിലും വളരെ സോഫ്റ്റാണ്. പിന്നെ ഇതൊരു ബേബി ബെഡ് പ്രൊട്ടക്ടറാണ്. ഇത് നമുക്ക് കളേഴ്സ് ഞാൻ ചൂസ് ചെയ്തതാണ്. അപ്പോൾ ഇത് ബെഡിൽ യൂറിനൊക്കെ പാസ് ചെയ്യുമ്പോൾ ബെഡിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ബെഡിൽ വിരിക്കുന്ന ഷീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഷീറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഒരു ഭാഗം വളരെ സോഫ്റ്റാണ്. അപ്പോൾ ബേബിക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവില്ല. ഈ ഷീറ്റ് നമ്മൾ വിരിച്ച് കഴിഞ്ഞാൽ ബെഡിന് പ്രൊട്ടക്ഷൻ കിട്ടും, ബേബിക്ക് വളരെ കംഫർട്ടായിട്ട് കിടക്കാനും പറ്റും. പ്ലാസ്റ്റിക് വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബേബീസിനൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം വളരെ സ്മൂത്ത് സോഫ്റ്റാണ്, മറ്റേ ഭാഗമാണ് കുറച്ചും കൂടെ പ്ലാസ്റ്റിക് ആയിട്ട് ഇരിക്കും. നെക്സ്റ്റ് വരുന്നത് ഒരു നൈറ്റ് സ്യൂട്ടാണ്. ബേബീസിന് രാത്രിയൊക്കെ ഇടിക്കാൻ പറ്റുന്ന ഹെഡ് ക്യാപ്പുള്ള ഒരു ചെറിയൊരു ഉടുപ്പാണ് വരുന്നത്. ഹെഡ് ക്യാപ്പ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കളേഴ്സും ഡിസൈൻസും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യും. അവർ നമുക്ക് ഓപ്ഷൻസ് തരും, എല്ലാം നമുക്ക് അയച്ചു തരും. അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് വരുന്നത് ഒരു ഡയപ്പർ ഇൻസേർട്ടാണ്. അപ്പം ഇത് നമുക്ക് കളർ ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ബട്ടൺസ് ഉണ്ട്. നമുക്ക് ബേബി സൈസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇവിടെ ബട്ടൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബട്ടൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇത് ബേബി സൈസ് അനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ബട്ടൺസ് ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് നമുക്ക് സോഫ്റ്റ് ബേബി ടൗലാണ്. അപ്പം ഇത് ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, 2 പേർക്കും കൂടെ. ഇതിനകത്ത് നമുക്ക് 1 2 3 4 5 ഒരു പാക്കറ്റിനകത്ത് 5 സോഫ്റ്റ് ടവൽസ് നമുക്ക് കിട്ടും. നമുക്ക് അത്യാവശ്യം ബേബീസിനെ പുറത്തൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവരെ മുഖം തുടയ്ക്കാനോ അല്ലെങ്കിൽ ചില കുട്ടികൾ വോമിറ്റ് ചെയ്യുമല്ലോ, അപ്പോഴൊക്കെ നമുക്ക് തുടച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന ടവലാണ്. ആൻഡ് മെറ്റീരിയൽ വളരെ സോഫ്റ്റാണ് കേട്ടോ. നമുക്ക് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ലൈറ്റ് കളേഴ്സും ഡിസൈൻസും ഒക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 4 കളേഴ്സ് വരുന്ന 5 കളേഴ്സ്. നെക്സ്റ്റ് ഒരു ബേബി ടൗലാണ്. ഇതും ഈ പറഞ്ഞ പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കിയാണ്. വിത്ത് ക്യാപ്പാണ്, ഹെഡ് ക്യാപ്പ് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് കുഞ്ഞു ഉടുപ്പാണ്. അപ്പം ഇത് കളേർഡായിട്ടുള്ള ഉടുപ്പാണ്. അതായത് വൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ കളർ ജബ്ലാസും ഉണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പറയുകയാണെങ്കിൽ അവർ എക്സ്ട്രാ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. അല്ലാതെ എനിക്ക് തോന്നുന്നു 2 3 മറ്റോ ആണ് ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമ്മൾ അവരോട് പറയുകയാണെങ്കിൽ അവർ കിറ്റിനകത്ത് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഓരോന്നും എടുത്ത് കാണിച്ചു കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. എല്ലാം അവരുടെ എല്ലാ മെറ്റീരിയലും ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞിന് പറ്റുന്ന രീതിയിലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ്. ക്ലോത്ത് നാപ്പിയാണ്. അപ്പം ഇത് നമുക്ക് ഒരു കിറ്റിനകത്ത് 2 എണ്ണം വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ കാണിച്ചു. നെക്സ്റ്റ് നമുക്ക് ബേബീസിൻ്റെ സോക്സും മിറ്റൻസും
അതുപോലെ തന്നെ ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. കളേഴ്സും ഡിസൈൻസ് ഒക്കെ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള കളറാണ്. എല്ലാം ബ്ലൂ ആൻഡ് പിങ്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കാണിക്കുന്നില്ല, അതിൻ്റെ ഒരെണ്ണം മാത്രം ഇഷ്ടമാണ് ഞാൻ നമ്മൾ കാണിക്കുന്നത്. അപ്പം അതൊരു പാക്കറ്റുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് വൈറ്റ് കളറാണ്, പിന്നെ വൈറ്റ് കളർ എടുപ്പാണ്. ഇത് ഞാൻ എക്സ്ട്രാ അവരുടെ അടുത്ത് വേണമെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ വളരെ സോഫ്റ്റ് ആൻഡ് നല്ല മെറ്റീരിയലാണ്. ബട്ടൺസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് മറ്റേ ക്യാരി ബാഗ് നേരത്തെ കാണിച്ചതിൻ്റെ പിങ്ക് കളർ. സോ നെക്സ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ബേബി വിപ്പാണ്. അപ്പോൾ നമുക്ക് ബേബി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത്, ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഡ്രസ്സിലൊക്കെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, വേഗത്തൊന്നും ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതും ഈ പറഞ്ഞ പോലെ കളേഴ്സ് എല്ലാ സാധനങ്ങളും എല്ലാം നമുക്ക് കളേഴ്സും ഡിസൈൻസും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു ബേബി ക്യാപ്പാണ്. അതായത് ബേബി ക്യാപ്പും അതുപോലെ തന്നെ നമുക്ക് സോക്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബേബി ക്യാപ്പ് അതാണ് ഇതിൻ്റെ സെക്കൻഡ് പെയർ വരുന്നത്. പിന്നെ ബേബി കോംബാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പകരം വേറെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് അത് വാങ്ങിക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ബേബി പൗഡറാണ്, ഹിമാലയയുടെ ഒരു ചെറിയ ബേബി പൗഡർ വരുന്നുണ്ട്. സെലക്ട് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം, അല്ല വേണ്ടാന്നാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇത് ബേബി ബെഡ്, സെക്കൻഡ് ബേബി. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് കിറ്റിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പാഡ് ഫിക്സേറ്ററാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, ഡെലിവറി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് പാഡ് യൂസ് ചെയ്യേണ്ടി വരും. ചെറിയൊരു ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഡിപ്പെൻസ് ആണ്, ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിട്ട് ബ്ലീഡിങ് കാര്യമൊക്കെ അവരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഇത് ന്യൂ മമ്മിൻ്റെ മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്, പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത്. അപ്പം ഇതിനകത്ത് ഏകദേശം ഒരു പാക്കറ്റിനകത്ത് 5 പാഡ് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് പാഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അമ്മമാരുടെ സാധനങ്ങളും ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയണമെന്ന് തോന്നിയിട്ടുള്ളത്. അതായത് ഡിസ്പോസിബിൾ പാഡ് ഫിക്സേറ്ററാണ്. കാരണം ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഡെലിവറി കഴിയുമ്പോൾ ഈ പാൻറ്റീസൊക്കെ വാഷ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വേറെ ആൾക്കാർ വാഷ് ചെയ്തൊക്കെ തരേണ്ടി വരും. അതും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, വേറെ ഒരാളെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കുന്നതൊക്കെ. അപ്പം ഈ ഒരു ഡിസ്പോസിബിൾ പാഡ് ഫിക്സേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷനില്ല. കാരണം ഇതെന്ത് ചെയ്താൽ മതി, ആ പാഡ് വെച്ച് യൂസ് ചെയ്തതിന് ശേഷം പാഡ് കളയുന്ന പോലെ തന്നെ കളഞ്ഞാൽ മാത്രം മതി. അപ്പം ആ സമയത്ത് ഇത് വാഷ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം ഇതാണ് എനിക്കിതിൽ ഏറ്റവും യൂസ്ഫുൾ ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാം യൂസ്ഫുൾ ആണ്, യൂസ്ഫുൾ അല്ല എന്നല്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും സ്ട്രെസ് കുറച്ച് തരുന്ന ഒരു സാധനമാണ് ഈ ഒരു ഡിസ്പോസിബിൾ പാഡ് ഫിക്സേറ്റർ എന്ന് പറയുന്നത്. അപ്പം അത് നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് പറയാം. ഒരു പാക്കറ്റാണ്, ഒരു പാക്കറ്റ് രണ്ടെണ്ണം വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വേണമെന്ന് പറയാം. പിന്നെ ബേബി ഡയപ്പേഴ്സ് ആണിത്, അതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വരുന്നത് ബേബി വൈപ്സ് ആണ്. അതവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹിമാലയയുടെ ബേബി വൈപ്സ് ആണ്. പിന്നെ ബേബി നെയിൽ കട്ടറാണ്. ബേബീസിന് നഖമൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ നെയിൽ കട്ടേഴ്സാണ്. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. ചില ബേബീസിന് ജനിച്ച് കഴിയുമ്പോൾ കുറച്ച് നഖം ഉണ്ടാവും, വെട്ടിക്കൊടുക്കാൻ നഖം ചിലപ്പോൾ ഉണ്ടാവും. ചിലർക്ക് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വെട്ടിക്കൊടുക്കാൻ പാകത്തിന് അത് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു ബേബി സോപ്പ് ഹിമാലയയുടെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് അവരുടെ ടവൽസ് ആണ്. ഞാൻ നേരത്തെ ഒരു ടവൽ കാണിച്ചത് അല്ലേ, അവരുടെ വേറൊരു ടവലാണ്. എല്ലാം വളരെ സോഫ്റ്റ് ആൻഡ് വളരെ കംഫർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. അതിന് തന്നെ ഒരു ബ്ലൂ ടവലും കൂടി ഉണ്ട്. അത് രണ്ടുപേരുടെയും കൂടെ കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ട രീതിക്ക് ഉപയോഗിച്ചാൽ മതി. അവർ നമുക്ക് വൈറ്റ് റിസീവിംഗ് ടവലായിട്ട് വൈറ്റ് കളർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കളർ വേണമെങ്കിൽ നമുക്ക് കളർ പറയാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അതായത് നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടവൽ ഉപയോഗിക്കാം. റിസീവിംഗ് ടവലായിട്ട് നമുക്ക് അതിൽ ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ബാത്തിങ് ടവലായിട്ടും നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. അതാണ് പിന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വൈറ്റ് ടവലാണ്. റിസീവിംഗ് ടവലായിട്ട് അവർ പ്രൊവൈഡ് ചെയ്തതാണ്. വൈറ്റ് കളർ ഒരു ടെഡിയുടെ ഡിസൈനൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതാണെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ വൈറ്റ് ആണെങ്കിലും നമുക്ക് അതിനകത്ത് ഇപ്പോൾ ബ്രാൻഡൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ചിലർക്ക് ഓഫീസിൻ്റെ തന്നെ ബ്രാൻഡ് വേണം, അങ്ങനെയൊക്കെ നിർബന്ധമുള്ള ആൾക്കാർക്ക് അങ്ങനെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാൻഡ് അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ഇഷ്ടമാണ്, ഇന്ന ബ്രാൻഡ് തന്നെ വേണമെന്നാണെങ്കിൽ ആ ബ്രാൻഡ് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്തായാലും എനിക്ക് കിറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ കംഫർട്ടബിൾ ആൻഡ് വളരെ സാറ്റിസ്ഫൈഡ്, ഹാപ്പിയാണ് ഈ ഒരു കിറ്റ് കിട്ടിയതിൽ. എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ്. എനിക്ക് ഒന്നിനും ഒരു നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. അവർ അയച്ചു തന്ന സമയമാണെങ്കിലും അവരുടെ പാക്കിംഗ് ആണെങ്കിലും അവരുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാം നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആൻഡ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരുന്നു. നമുക്ക് ഡയപ്പർ ബാഗ്
ഫ്രീ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പിയാണ്. സോ താങ്ക് യു സോ മച്ച് നിയ. പിന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കും, എവിടെ നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ കൺഫ്യൂഷനുള്ള ആൾക്കാരുണ്ടാവും. ഞാനും ഈ പറഞ്ഞ പോലെ കൺഫ്യൂഷനിൽ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് നീ ആ മെറ്റേണിറ്റിയിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതിനകത്ത് നിന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. എല്ലാ സാധനവും ക്വാളിറ്റി സാധനങ്ങളാണ്. പിന്നെ നിങ്ങളുടെ വലിയൊരു തലവേദന നിങ്ങൾക്ക് ഒഴിവായി കിട്ടും ഈ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്ന്. കാരണം ഓരോന്നും നമ്മൾ പോയിട്ട് ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എല്ലാം വീട്ടിൽ തന്നെ എത്തി. ഈ പറഞ്ഞ പോലെ എനിക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പോയി വാങ്ങിക്കാൻ എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമ്മളൊന്നും അറിയേണ്ട, വീട്ടിൽ നിന്ന് അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, നമ്മൾ പറയുന്ന സാധനം വീട്ടിലേക്ക് എത്തിച്ചേരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.